ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാനെ പത്മകുമാർ നിർബന്ധിച്ചെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ജീവനക്കാർ മൊഴി നൽകിയത്. കേസിലെ എഫ്ഐആർ ആവശ്യപ്പെട്ട ഇഡി നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിപിൻ സി വിജയനാണ്. വിപിൻ, ഇപ്പോൾ ഈ കേസിലെ എഫ്ഐആർ ആവശ്യപ്പെട്ട ഇഡി നൽകിയിരിക്കുന്ന ഒരു ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരിഗണനയ്ക്ക് ആ ഹർജി വിട്ടിരിക്കുകയാണല്ലോ. മാത്രവുമല്ല, അവിടെ മുഴുവൻ സ്വാതന്ത്ര്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരുന്നു. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ ഒരു ശക്തി കേന്ദ്രം അല്ലെങ്കിൽ പവർ ഹൗസായി വളർത്തി എന്ന രീതിയിലൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ ക്രിസ്റ്റീന, ആ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന തെളിവുകളാണ്, മൊഴികളാണ് ഇപ്പോൾ SITക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം പത്മകുമാർ കൈ അയച്ചിട്ടല്ല, കൈവിട്ട സഹായം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെയ്തു കൊടുത്തിരുന്നു ശബരിമലയിൽ. അതിനു വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തി എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് SITക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഈ ശബരിമലയിൽ തന്നെയുള്ള ഗസ്റ്റ് ഹൌസിലെ മുറികൾ, അതിൽ ഒന്നിലധികം മുറികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിരുന്നു. പ്രസിഡന്റിന് അനുവദിച്ചിട്ടുള്ള മുറിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിരുന്നത്. ശബരിമലയിൽ നടയടച്ച സമയത്ത് പോലും അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു. അവിടെ വഴിപാടുകളൊക്കെ ചീട്ടാക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക സ്വാതന്ത്ര്യം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു ശബരിമലയിൽ. അതിന് ഇവരൊക്കെ തന്നെ ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ള മൊഴിയാണ്. ഇങ്ങനെ സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് ജീവനക്കാരെ നിർബന്ധിച്ചു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ SITക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിന് കുരുക്കു മുറുകുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്നുള്ളത്, ഇഡിയുടെ ഒരു പരിശോധന കൂടി വരുന്നുണ്ട്. അവർ അതിൽ ക്രൈംബ്രാഞ്ചിന്റെ FIR ആണ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ദേവസ്വം ബോർഡ് അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. അതിപ്പോൾ അത് ചീഫ് ജസ്റ്റിസിന് അതിലൊരു തീരുമാനം എടുക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇഡിയുടെ ഒരു അന്വേഷണം, ആ ഒരു അന്വേഷണത്തിന് നിഴൽ കൂടി ഈ ഒരു സ്വർണ്ണപ്പാളി വിഷയത്തിൽ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗൗരവം ഈ വിഷയത്തിൽ കൂട്ടുന്നത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.